മണ്ണും മനസ്സും. പച്ചപ്പ് വിരിച്ച പാടശേഖരത്തിന് നടുവിൽ നടക്കുമ്പോൾ വിനുവിൻ്റെ മനസ്സിൽ പഴയൊരു ഓർമ്മയുടെ കയ്പുണ്ടായിരുന്നു. MBA ബിരുദം കയ്യിലുണ്ടായിട്ടും എയർ കണ്ടീഷൻ മുറിയിലിരിക്കുന്നതിനേക്കാൾ അവന് പ്രിയം തൻ്റെ മണ്ണായിരുന്നു. രോഗശയ്യയിലായ അമ്മയും വിവാഹപ്രായമായ 2 സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ അവൻ തിരഞ്ഞെടുത്തത് കൃഷിയായിരുന്നു. അവൻ്റെ വിയർപ്പിന് മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ പ്രണയത്തിന് ആ കരുത്തില്ലായിരുന്നു. ബാല്യകാല സഖിയും മുറപ്പെണ്ണുമായ മഞ്ജു അവന് കേവലം ഒരു കാമുകി മാത്രമായിരുന്നില്ല, അവൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരിയായിരുന്നു. എന്നാൽ ഒരു മണ്ണുമാന്തിക്കാരന് തൻ്റെ മകളെ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലായിരുന്നു അവളുടെ അച്ഛൻ ശേഖരൻ. അച്ഛൻ കൃഷിക്കാരനായിരുന്നു എന്ന് കരുതി വിദ്യാഭ്യാസമുണ്ടായിട്ടും നല്ലൊരു ജോലിക്ക് പോകാതെ പാടത്തും പറമ്പിലും കിളച്ചു നടക്കുന്ന വിനുവിനെ ശേഖരന് പുച്ഛമായിരുന്നു. കൃഷിപ്പണിക്കാരന് പെണ്ണുകൊടുത്താൽ എൻ്റെ മകൾ പട്ടിണി കിടക്കും, ഒരു വെള്ളപ്പൊക്കമോ വരൾച്ചയോ വന്നാൽ തീരാവുന്നതേയുള്ളൂ കൃഷി എന്ന പക്ഷക്കാരനായിരുന്നു ശേഖരൻ. വിനുവിൻ്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ മഞ്ജുവിൻ്റെ കണ്ണുനീർ തോറ്റുപോയി. ഗൾഫുകാരനായ ഒരാളോടൊപ്പം മഞ്ജുവിൻ്റെ വിവാഹം നടത്താൻ ശേഖരൻ തീരുമാനിച്ചു. താലി കെട്ടുന്ന നേരം വിനു പാടത്ത് മണ്ണിൽ പണിയെടുക്കുകയായിരുന്നു. കണ്ണുനീർ മണ്ണിൽ വീഴാതിരിക്കാൻ അവൻ ആഞ്ഞു പണിതു. മാസങ്ങൾ കടന്നുപോയി. വിനു ഇപ്പോൾ സാധാരണ കൃഷിക്കാരനല്ല, ജൈവ കൃഷിയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു സംരംഭകനാണ്. ഒരു ദിവസം അവൻ്റെ കൃഷിയിടം സന്ദർശിക്കാൻ നഗരത്തിൽ നിന്നും ഒരു വലിയ കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് ശ്രദ്ധ എന്ന സുന്ദരിയായ യുവതിയായിരുന്നു. കേരളത്തിലെ വലിയൊരു വ്യവസായ ഗ്രൂപ്പിൻ്റെ ഉടമയുടെ ഏക മകളാണവൾ. വിനുവിൻ്റെ കൃഷിരീതികളെക്കുറിച്ചും അവൻ്റെ അധ്വാനത്തെക്കുറിച്ചും പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ് വിനുവിൻ്റെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു വലിയ പ്രൊജക്റ്റുമായാണ് അവൾ എത്തിയത്. വിനുവിൻ്റെ ലാളിത്യവും ബുദ്ധിയും ശ്രദ്ധയെ വല്ലാതെ ആകർഷിച്ചു. മാത്രമല്ല, വിനു എന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയോടുള്ള ബഹുമാനം ശ്രദ്ധയെ അവനിലേക്ക് അടുപ്പിച്ചു. വിനുവിന് തൻ്റെ പഴയ പ്രണയത്തിൻ്റെ മുറിവുകൾ പതിയെ ഉണങ്ങുന്നതുപോലെ തോന്നി. പണ്ട് ശേഖരൻ പുച്ഛിച്ചു തള്ളിയ അതേ കൃഷിക്കാരൻ ഇന്ന് കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനായി വളർന്നു കഴിഞ്ഞു. പക്ഷേ അവൻ്റെ കാലുകൾ ഇപ്പോഴും മണ്ണിൽ തന്നെയാണ്. വിനു അവൻ്റെ തളർന്നു കിടക്കുന്ന അമ്മയ്ക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകി അവരെ ആരോഗ്യവതിയാക്കി. 2 സഹോദരിമാരുടെയും വിവാഹം വളരെ നന്നായി അവൻ നടത്തി. ഒരു വൈകുന്നേരം പാടവരമ്പത്തു കൂടെ നടക്കുമ്പോൾ ശ്രദ്ധ ചോദിച്ചു, വിനു, എല്ലാം ഉണ്ടായിട്ടും നിന്റെ കണ്ണിൽ ഇപ്പോഴും ഒരു വിഷാദമുണ്ടല്ലോ. വിനു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ ഓർത്തല്ല ശ്രദ്ധ, എനിക്ക് അർഹതയില്ലാത്തത് ഇത്രയും ലഭിക്കുന്നതിനെ ഓർത്താ ഞാൻ അത്ഭുതപ്പെടുന്നത്. ശ്രദ്ധ അവൻ്റെ കൈകൾ പിടിച്ചു പറഞ്ഞു, അർഹത നിനക്കല്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ്? ഈ മണ്ണിനും എനിക്കും നിന്നെ വേണം. മഞ്ജുവിനെ നഷ്ടപ്പെട്ട വിനുവിൻ്റെ ജീവിതത്തിലേക്ക് വസന്തം പോലെ ശ്രദ്ധ കടന്നു വന്നു. ലളിതമായൊരു വിവാഹത്തിലൂടെ വിനുവും ശ്രദ്ധയും ഒന്നിച്ചു.